എറണാകുളം മലയിടാം ദുരന്ത കുടിയൊഴിപ്പിക്കലിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുക അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഹൈക്കോടതി. സർക്കാർ ആവശ്യപ്രകാരം പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കോടതി 2 ആഴ്ചത്തെ സമയം അനുവദിച്ചു. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഒരാളെയും കുടിയിറക്കാൻ സമ്മതിക്കില്ലെന്നും സമരസമിതി പറഞ്ഞു. സർക്കാർ നിലപാടിനായി കാത്തിരിക്കുകയാണെന്ന് CPIM വ്യക്തമാക്കി. എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് പരിയത്തുകാവ് ഒഴിപ്പിക്കാനുള്ള കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതികത പറയുകയല്ല വേണ്ടത്. കുടിയൊഴിപ്പിക്കൽ വൈകുന്നത് കോടതി വിധിയുടെ ശക്തിയെ ഇല്ലാതാക്കുന്ന നടപടിയാണ്. കോടതി വിധി സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ താമസക്കാർ നിയമവഴി തേടിയിട്ടില്ലെന്നും കോടതിയെ സമീപിക്കാത്തിടത്തോളം കാലം കുടിയൊഴിപ്പിക്കലിനെ തടയാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. 2 ആഴ്ച സാവകാശം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തെങ്കിലും കുടിയൊഴിപ്പിക്കലോ പുനരധിവാസമോ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ഇവർ ജനിച്ച ഈ മണ്ണിൽ നിന്ന് മാറിയുള്ള ഒരു പുനരധിവാസത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല. അങ്ങനെ പ്രശ്നമില്ല. ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് പറയുന്ന എറണാകുളം ജില്ലക്കകത്തുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുനമ്പം വിഷയത്തിനകത്ത് പോയി ഇടപെട്ട പോലെ എന്തുകൊണ്ട് ഈ സമരഭൂമിയിൽ വരാൻ വേണ്ടി തയ്യാറായില്ല? CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് സമരപ്പന്തലും വീടുകളും സന്ദർശിച്ചു. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് വേണ്ടി കോടതി വിധിയുടെ മറവിൽ പോലീസ് ആക്രമണം നടത്തിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സ്ത്രീകൾക്ക് നേരെ അവരുടെ കയ്യെല്ലാം പിടിച്ച് തിരിച്ച് ആക്രമിച്ചു, വസ്ത്രം വലിച്ചു വീഴി, അവസാനം ഒരു ഷാള് മാത്രം എടുത്തിട്ടാണ് ആസ്പത്രിയിൽ പോയത്. എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലൊരു കടന്നാക്രമം. ഗവൺമെൻറ് മാറി 3ാമത്തെ ദിവസം UDFിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നടത്തിയിരിക്കുന്നതാണ്. ഈ ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ, പാവപ്പെട്ട ജനങ്ങൾക്കെതിരായ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ അതിശക്തിയായിട്ട് ചെറുത്ത് മുമ്പോട്ടേക്ക് പോകും. മലയിടം ദുരന്തത്തിലെ 8 കുടുംബങ്ങൾക്കും അടുത്ത 2 ആഴ്ച നിർണായകമാണ്. പ്രശ്നപരിഹാരത്തിന് ഹൈക്കോടതി 2 ആഴ്ച സമയം അനുവദിച്ചിരിക്കുന്നതിനാൽ 7 ദിവസം നീണ്ടുനിന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് സമരസമിതി. പക്ഷേ ഇതിനിടെ എപ്പോൾ വേണമെങ്കിലും അഭിഭാഷക കമ്മീഷൻ എത്തിയാൽ സമരം പുനരാരംഭിക്കാനാണ് തീരുമാനം. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം സൈഫിനിസ് ആലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.